ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് കുഞ്ഞുമോൾ ജോൺ ബോൾ. ഇതെൻ്റെ ഭർത്താവ് ജോൺ ബോൾ. ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇത്തിത്താന ഇടവകയിൽ നിന്നാണ് വരുന്നത്. കല്യാണത്തിന് മുന്നേ 2019 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മുടി വട്ടത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമായിരുന്നു. വലിയ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുമ്പം എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പം എനിക്ക് ബസ്സിൻ്റെ താഴെ കിടന്നൊരു കൃപാസനം പത്രം കിട്ടി. അപ്പോൾ അതിനകത്ത് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് പോകാം, എനിക്ക് സൗഖ്യം കിട്ടിയാലോ. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മരുന്നുകളെല്ലാം നിർത്തി. ഞാൻ ഉടമ്പടി തൈലം മാത്രം എൻ്റെ തലയിൽ തേച്ചു. ഒരാഴ്ച കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മുടിയുടെ ഭാഗത്ത് ഫുൾ മുടി എനിക്ക് മാതാവ് തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വെള്ളപ്പാടിൻ്റെ അസുഖം വന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ്, തമാശക്കാണെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഓ, നീ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ, നിൻ്റെ കല്യാണമൊന്നും നടക്കത്തില്ലല്ലോ, നീ നിൽക്കത്തേ ഉള്ളൂ എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ താഴെ എനിക്കൊരു അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവമേ, ഞാൻ കാരണം അവൾക്കൊരു ജീവിതം കിട്ടാണ്ട് പോകുമല്ലോ. അപ്പം ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതൊരു കുറവാണെന്ന് എനിക്കറിയാം. ഈ കുറവ് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിവുള്ള ഒരാളമ്മ എനിക്ക് ഭർത്താവായിട്ട് തരണേന്ന് ഞാൻ പറഞ്ഞു. 4 പേരെന്നെ കാണാൻ വന്നു. 4 പേര് ഈ അസുഖം കൊണ്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞു. 5ാമത് വന്നത് ഇച്ചായനോട് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇച്ചാ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഇച്ചാൻ വീട്ടിൽ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയാൽ അത് എൻ്റെ വീട്ടുകാർക്ക് അത് സഹിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചാന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇച്ചാൻ എന്നോട് പറഞ്ഞു, ഞാനാ കെട്ടുന്നത്, ഞാനാ കൊണ്ട് നടക്കുന്നത്, എനിക്കില്ലാത്ത ഒരു നാണക്കേട് ആർക്കും വേണ്ട, എനിക്ക് സമ്മതം, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞ്. അങ്ങനെ മാതാവിൻ്റെ ജപമാല മാസത്തിൽ 2021 ഒക്ടോബർ 21-ാം തീയതി എൻ്റെ കല്യാണം നടന്നു. സുഖമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി. എനിക്ക് വിശേഷമായി 1 മാസമായപ്പോഴത്തേക്കും അത് ബ്ലീഡിങ് ആയിട്ട് പോയി. അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചില്ല. ഉടമ്പടി പെട്ട് വിറ്റുപോയെന്ന് തന്നെ പറയാം. കോവിഡ് കാരണമാണ് പിന്നെ പുതുക്കാൻ പറ്റാതെ വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, അമ്മ നമ്മുടെ വിഷമം കണ്ട് നമുക്കൊരു കുഞ്ഞിനെ തരും, എനിക്ക് ഉറപ്പുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഇച്ചായനോട് പറഞ്ഞു കൊണ്ടുപോകാം, പോകാം, സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയ പുറത്ത് നിൽക്കുന്ന മാതാവിനോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, മാതാവ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇനി ഞാനിതിവിടെ പുതുക്കാൻ വരുമ്പോൾ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടാവണം. എനിക്ക് വെള്ളപ്പാണ്ട് പിടിച്ച് കിടന്ന് എനിക്കൊരു ജീവിതം തന്ന ഈ മനുഷ്യന് ഒരു കുഞ്ഞിന് കൊടുക്കാനാവാത്ത വിധം എന്നെ മച്ചിയാക്കല്ലേ അമ്മ, എനിക്കൊരു കുഞ്ഞിനെ തന്നെ എന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പോയി. കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ തൈലവും ഉപ്പും തേനും അല്ലാതെ ഒരു സാധനം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു. ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ മാസം കാർഡ് വാങ്ങി നോക്കി, പോസിറ്റീവായി. ഞാൻ ഗർഭിണിയായി. മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. 3-ാം മാസം ഒരു ബ്ലീഡിങ് പോലെ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു പ്ലാസൻ്റെ താഴെയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം, O- ഗ്രൂപ്പാണ്, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. 5-ാം മാസം മുന്നോട്ട് പോയി. 5-ാം മാസത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് കണ്ടു. അപ്പോൾ സ്കാനിങ്ങിൽ കുഞ്ഞ് SUA ആണെന്ന് അറിഞ്ഞു. അപ്പം O- ഗ്രൂപ്പ് ആയതുകൊണ്ടും ഷുഗർ ആയതുകൊണ്ടും കുഞ്ഞ് സിംഗിൾ ആംബ്ലിക്കൽ ആർട്ടറി അങ്ങനത്തെ ഒരു ബേബി ആയതുകൊണ്ടും ഇവനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് 2 ഡോക്ടർമാർ പറഞ്ഞു. അബോർഷനാകും, മുന്നോട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവർ ഞങ്ങളോട് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് SUA ആണ്, കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ എൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. മുന്നോട്ട് പോകണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. ഇച്ചായനും ഞാനും ഏകസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെ അമ്മ ഞങ്ങൾക്ക് തരുമെന്ന്. ഞങ്ങൾ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ, ഇച്ചായൻ എൻ്റെ വയറിൽ കൈവച്ച് ബൈബിൾ വായിച്ചു തരും. ഉടമ്പടി തൈലം തേക്കും, തേൻ കഴിക്കും, ഉപ്പിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കും. 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലും. 3 തവണ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും.
സങ്കീർത്തനം 91 അധ്യായം എത്രയോ പ്രാവശ്യം വായിക്കും, അത്രയും പ്രാവശ്യം ഞങ്ങൾ വായിക്കും. പ്രത്യക്ഷീ പ്രാർത്ഥന നിരന്തരം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും. 7 മാസമായി. 7 മാസത്തെ സ്കാനിങ്ങിലും മാറ്റങ്ങളൊന്നുമില്ല. വീണ്ടും ഷുഗർ എനിക്ക് കൂടുതലാണ്, മെഡിസിൻ എടുത്തോളാൻ പറഞ്ഞു. 9-ാം മാസം ഷുഗർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇൻസുലിൻ എടുക്കണം, അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അഡ്മിറ്റായി. വീണ്ടും ഷുഗർ ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, നോർമലായി. മെയ് 22-ാം തീയതി ട്യൂബ് ഇട്ടിട്ട് പെയിൻ ഒന്നും വരുന്നില്ല. 23-ാം തീയതി മെഡിസിൻ തന്നു, നടന്നോളാൻ പറഞ്ഞു. പെയിൻ വന്നില്ല. 24-ാം തീയതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് നോക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും ഓക്കെ ആയി. എന്നോട് സിസേറിയനാണ്, തയ്യാറായിക്കോളാൻ പറഞ്ഞു. ലേബർ റൂമിന് പുറത്തേക്ക് വിട്ടു. ലേബർ റൂമിന് പുറത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഞാൻ വന്നിരുന്നു. എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയി. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ കയറ്റി PV ചെയ്തു. PV ചെയ്തിട്ട് പറഞ്ഞു എരുമ കൊടുത്തോളൂ, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ലേബർ റൂമിൽ കയറ്റി 2ാമത്തെ റൂമിലേക്ക് കൊണ്ടുചെന്നു. വെളുപ്പിന് 24-ാം തീയതി 25-ാം തീയതി വെളുപ്പിന് 3 മണിയായപ്പോൾ എനിക്ക് പെയിൻ വന്നു. ആദ്യമൊന്നും അവർ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായി. ഇവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വല്ലാണ്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു കുഞ്ഞ് മഷി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, PV ചെയ്യണമെന്ന് പറഞ്ഞു. അവർ PV ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ മഷിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും സമയം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് എന്തോ ആ സമയത്ത് കണ്ണുകളൊക്കെ മിഴിഞ്ഞു പോകുന്ന പോലെയും ശ്വാസം മുട്ടലും ഓക്കാനവും അങ്ങനെ എനിക്ക് ഭയങ്കര ഞാൻ മരിച്ചു പോകുന്നൊരവസ്ഥയാണ് ആ സമയത്ത്. അപ്പം ഞാൻ ഇവരോട് പറയുന്നുണ്ട് എനിക്ക് പുഷ് ചെയ്യണം, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു 8 മണിക്കൊരു PV ഉണ്ട്, ആ PV കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് 8 മണി വരെ ഒന്നും പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു ഇല്ല 8 മണി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മേനെ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ മരിച്ചു പോകുന്ന പോലെയൊക്കെ തോന്നണം അമ്മ, എൻ്റെ അരയുടെ കീഴ്പോട്ടൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ വയ്യായിക പോലെ വരുവാന്ന് പറഞ്ഞു. അമ്മേനോട് പറഞ്ഞു നീ കൃപാസനത്തെ ഒറ്റയ്ക്ക് ചെല്ലാമെന്നല്ലല്ലോ പറഞ്ഞത്, നീയും നിൻ്റെ കുഞ്ഞും കെട്ടിയവനും കൂടെ വരാമെന്നല്ലേ പറഞ്ഞത്, നീ നിൻ്റെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ആ ലേബർ റൂമിൽ കിടന്ന് കൃപാസനം മാതാവേ എന്നെ രക്ഷിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ഡോക്ടറോട് ഇതുകൊണ്ട് ചോദിച്ചു കുഞ്ഞുമ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണമെന്ന് ചോദിച്ചു. നമ്മൾ ഡോക്ടർ എനിക്ക് പറ്റണില്ല ഡോക്ടറെ, ഞാൻ മരിച്ചു പോകുന്നൊരു പേടി പോലെ എനിക്ക് തോന്നണേ, എനിക്കിവിടെ ഒന്നും അറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മോൾ പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പുഷ് ചെയ്തു, ഒരു കുഴപ്പമില്ലാതെ ഇവനെ എനിക്ക് കിട്ടി. ഞാൻ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ മാതാവിന് 1000 നന്ദി പറഞ്ഞു. ഇവൻ SOE ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇവനൊരു സ്കാൻ ചെയ്യണം മോളെ, സ്കാൻ ചെയ്താലേ ഇവൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നാളെ സ്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യത്തിൽ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സ്കാൻ ചെയ്തു. അപ്പോഴും ഞാൻ ആ ലേബർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും ഞാൻ നമ്മുടെ കൃപാസനത്തിൽ പ്രാർത്ഥന പുസ്തകം കൊണ്ടേ പോയത്. ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. ചൊല്ലി പിറ്റേ ദിവസം സ്കാനിങ്ങിന് അവനെ കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല, സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ മിടുക്കനായ കുഞ്ഞാണ് നിനക്ക് കിട്ടിയത്, ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞ് 2 ഡോക്ടർമാർ ആഘോഷമായി പോകുന്നു പറഞ്ഞൊരു കുഞ്ഞിൻ്റെ അമ്മ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ എനിക്ക് തന്നത്. ആ കുഞ്ഞ് ഇവൻ എന്ത് പേരിടണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവം കാണിച്ചെന്ന പേരാണ് ജോനാഥൻ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനവ, മാതാവും ഈശോയും കൂടി എനിക്ക് തന്ന ദാനവ എൻ്റെ കുഞ്ഞ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ജോലിക്ക് പോയ സമയത്ത് ചെറിയ ബൈക്കിൻ്റെ സ്റ്റാൻഡ് കൊണ്ട് കാലിൻ്റെ നഖം ഇങ്ങനെ പൊങ്ങിപ്പോന്നു. ആദ്യം അത് കുഴപ്പമില്ല, സാരമില്ല, മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു പനി വന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ഇൻഫെക്ഷനാണ്, അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ട് പനിക്കൊന്നും ഒരു കുറവ് വരുന്നില്ല. ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ചേൻ്റെ പ്രോസ്റ്റേറ്റ് വല്ലാതെ വീർത്ത് വരികയും കരളിന് വലിപ്പം കാണിക്കുകയും ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ബയോപ്സി ചെയ്യണം, ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജും ബയോപ്സിയൊക്കെ കേട്ടപ്പോൾ നമുക്ക് പേടിയായി. അവന് കുഞ്ഞല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാനിവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു മാതാവിനോട്. ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ജമ്മല റാലിയിൽ ഉപവാസിച്ച് ഞാൻ വന്നോളാം, ഒരു കുഴപ്പം കൂടാതെ എനിക്ക് ഇച്ചാനെ നീ തരണേന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്ന് അവർ മരുന്ന് തന്നിട്ട് പറഞ്ഞു 3 ആഴ്ച കഴിച്ചിട്ട് ഈ ടെസ്റ്റ് എല്ലാം ചെയ്യണം, എന്നിട്ട് നമുക്ക് ബയോപ്സി ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇച്ചാൻ ഉടമ്പടി തൈലം കൊടുത്തു. ഇച്ചാനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൊന്ത് ചൊല്ലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചെയ്തു. ആ ടെസ്റ്റും മാതാവ് നോർമലാക്കി. എൻ്റെ ഇച്ചായനും കുഞ്ഞിനും ഒരു കുഴപ്പം കൂടാതെ അമ്മ എനിക്ക് തന്നു. ഞങ്ങൾ വീടിന് കല്ലിട്ട് 2022 കല്ലിട്ട്. അത് കുഞ്ഞു കുഞ്ഞു പണികളല്ലാതെ ഒന്നും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഭയങ്കര തടസ്സമായിരുന്നു. കൃപാസനത്തിൽ വന്ന് 4ാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും ഞാൻ ഞങ്ങളുടെ പറമ്പിലിട്ട് പ്രാർത്ഥിച്ച്
ഈ 2024 ഓഗസ്റ്റ് 19 ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ കയറി താമസിച്ച് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഞാൻ ആശുപത്രികളിലും എല്ലായിടത്തും കൃപാസന പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു. എനിക്ക് എല്ലാവരോടും മാതാവിനെ പറ്റി പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് കിട്ടിയ സാക്ഷ്യം കേട്ടിട്ടേ എനിക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നല്ല, ഞാൻ കാണുന്ന എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറയുമായിരുന്നു. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ രോഗികളായിട്ട് ഉള്ളവർക്കൊക്കെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം, ഞാൻ കുറച്ചും കൂടെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടാൻ തുടങ്ങി. എനിക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറയുവാണെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യവും എടുത്തുചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കൂടുതൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പുറപ്പാട് 15:2 കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കുഞ്ഞുമോൾ ജോൺ ബോൾ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും ചേർന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നിരവധി അനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും ആനന്ദാശ്രുക്കളോടും കൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുവാനുണ്ടായ ആദ്യത്തെ കാരണം തലയിൽ നിന്ന് മുടികൾ വട്ടത്തിൽ വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോവുകയും മരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതിരുന്ന നാളുകളിൽ അവിചാരിതമായി ലഭിച്ച ഒരു കൃപാസന പത്രത്തിലൂടെ അതിൽ വായിച്ച രോഗസൗഖ്യങ്ങളുടെ വിവരണങ്ങളാണ് എത്രയും വേഗം അമ്മയുടെ തിരുനടയിലെത്തുവാൻ മകളെ പ്രേരിപ്പിക്കുന്നതും മാതാവിനോട് ചേർന്ന് ഇവിടെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പൂർണ്ണ വിശ്വാസത്തോടെ ഉടമ്പടി ജീവിച്ചു തുടങ്ങുവാൻ മകളെ സഹായിക്കുന്നത്. കുഞ്ഞുമോൾ പറയുന്നുണ്ട്, ഉടമ്പടിയെടുത്ത് ഒരാഴ്ചക്കാലം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം എൻ്റെ ശിരസിൽ പൂശി ഞാൻ പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായും എൻ്റെ മുടികൾ തിരികെ വളരുകയും പിന്നീട് ഇന്ന് വരെ മുടിക്ക് യാതൊരു കൊഴിച്ചിലോ രോഗമോ ബാധിക്കാതെ ആരോഗ്യത്തോടുകൂടി പോകുവാൻ സാധിക്കുകയും ചെയ്തുവെന്ന്. രണ്ടാമത്തത് മകൾക്കുണ്ടായിരുന്ന വെള്ളപ്പാണ്ടിൻ്റെ അസുഖത്തെക്കുറിച്ചാണ്. ഡിഗ്രി കാലയളവിൽ അവിചാരിതമായി തുടങ്ങിയതാണ് രോഗം. ശരിക്കും ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിലാണ് ഈ രോഗാവസ്ഥ മകളെ ബാധിക്കുന്നത്. അത് പകരുന്ന രോഗമല്ല, എങ്കിലും എല്ലാവരും ഒരു അകറ്റി നിർത്തുകയും പേടിക്കുകയും ചെയ്യുന്നൊരു അസുഖവുമാണ്. മകൾ ഭയപ്പെട്ടതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ വിവാഹാലോചനകൾ തുടർച്ചയായി മുടങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴും അമ്മയുടെ തിരുനടയിലാണ് ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്നെ മനസ്സിലാക്കുന്ന, രോഗത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ അമ്മ വഴിയൊരുക്കണമെന്ന്. ഇന്ന് കൂടെയുള്ള സഹോദരൻ ജോൺ ബോൾ മകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതും മകൾ ഈ രോഗാവസ്ഥ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അതിനെ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നറിയിച്ചുകൊണ്ടാണ് അവരുടെ വിവാഹം നടന്നത് മകൾ സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സാക്ഷ്യമായിരുന്നു. ഏറെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു, പ്രഗ്നൻസി കാലമായിരുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷവും പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണം ലഭിച്ച ഒരു പ്രഗ്നൻസി കാലം, അസാധ്യമെന്ന് കരുതിയ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ലഭിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും ആവാതിരുന്ന നാളുകൾ, അതിനെ കളയണമെന്ന് നിരന്തരം ഡോക്ടർമാരുടെയും അറിയുന്നവരുടെയും നിർദ്ദേശങ്ങൾ. അപ്പോഴൊക്കെയും ഉടമ്പടിയിൽ ഞാൻ എഴുതി സമർപ്പിച്ച് അമ്മ മാതാവ് ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞിനെ അതിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണ ആരോഗ്യത്തിൽ തരുവാൻ അമ്മയ്ക്ക് സാധിക്കും എന്ന നല്ല വിശ്വാസത്തിലും ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുന്നതിലുള്ള ബലത്തിലുമാണ് ആ പ്രഗ്നൻസിയെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് അവർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടിയാണ് ആ പ്രഗ്നൻസി കാലത്തിൽ പ്രാർത്ഥിച്ചതും ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രയോഗിച്ചതും. അത് ക്രിട്ടിക്കലായ ഓരോ സാഹചര്യത്തെക്കുറിച്ച് ഡോക്ടർമാരും ആശുപത്രിയും പറയുമ്പോഴും കൂടുതൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അത് ഇല്ല, ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് കരങ്ങളിൽ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കുകയും ചെയ്തത്. മകൾ പറയുന്നുണ്ട്,
ആ അവസാന ദിവസമുണ്ടായ ലേബർ പെയിൻ്റെ നിമിഷങ്ങളും അത് ഏതൊക്കെ തരത്തിൽ കോംപ്ലിക്കേഷനായി മാറിയെന്നും ഒടുവിൽ ഡെലിവറി ചെയ്യുവാൻ പോകുന്ന ആ നിമിഷങ്ങളിൽ പോലും ഡോക്ടർമാർ അത് മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുമ്പോൾ ഒട്ടും വയ്യാതിരുന്ന നിമിഷങ്ങളിലും അമ്മ മാതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് പുഷിങ്ങിന് വേണ്ടി ഡോക്ടറിൻ്റെ അനുവാദം തേടുന്ന സാഹചര്യവുമൊക്കെ ഒരു സഹോദരിമാർക്ക് നന്നായിട്ടറിയാം. ആ മണിക്കൂറുകൾ എത്ര തീവ്രമായിരുന്നു, എത്ര വേദനാജനകമായിരുന്നു. മരണത്തിന് മുൻപിൽ കണ്ടുകൊണ്ട് മകൾ പോയ നിമിഷങ്ങളിലും പരിശുദ്ധ കൃപാസന മാതാവിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുവാൻ മകൾക്ക് സാധിച്ചു എന്നതാണ് നമുക്ക് സാക്ഷ്യത്തിലൂടെ പറയുന്നത്. മകളുടെ അമ്മ മകളുടെ അരികിൽ നിലവിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് ചെല്ലാമെന്നല്ലല്ലോ പറഞ്ഞത്, കുഞ്ഞും ഭർത്താവുമൊത്ത് നീ തിരികെ അമ്മയുടെ അരികിൽ ചെല്ലാമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നതൊക്കെയും എത്ര കണ്ട് വിശ്വാസത്തോടു കൂടി അമ്മയുടെ അരികിലേക്ക് ജീവിതത്തിൻ്റെ അവസ്ഥകളെ നാം കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ, കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ മറ്റുള്ളവർക്ക് അത് അപകടകരമാണെന്ന്, ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണെന്ന്, മരണകരമാണെന്ന് ഒക്കെ അവർ വിധി എഴുതുമ്പോഴും അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ലാതെ നിസ്സാരമായി അമ്മ മാതാവ് നമുക്ക് വേണ്ടി അത് ആരോഗ്യത്തോടെ സാധിച്ചു തരുന്നു എന്നതാണ്. കുഞ്ഞിന് കിഡ്നിയുടെ വിഷയങ്ങൾ സൂചിപ്പിച്ചു, ഒരു കുഴപ്പവുമില്ല. കുഞ്ഞിനെ പ്രത്യേകമായൊരു പ്രഗ്നൻസി കാലഘട്ടത്തിൻ്റെ രോഗാവസ്ഥയെ സൂചിപ്പിച്ചു. കുഞ്ഞിന് ആരോഗ്യത്തോടു കൂടി പിറവികൊള്ളുവാൻ സാധ്യത ലഭിച്ചു. അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് പേരിടുമ്പോൾ പോലും പറയുന്നുണ്ട്, അമ്മയോട് പ്രാർത്ഥിച്ചാഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്ന പേര് തന്നെ കുഞ്ഞിനിടുവാൻ വേണ്ടിയുള്ള തോന്നലുണ്ടാവുകയും ജോനാഥൻ എന്ന പേര് കുഞ്ഞിന് നൽകുകയും ചെയ്തുവെന്ന്. ഇങ്ങനെ തുടർച്ചയായി ഉടമ്പടിയെടുത്ത് തുടർച്ചയായി ദൈവിക സംരക്ഷണത്തിൻ്റെ ദൈവാനുഭവങ്ങളുടെ സാക്ഷ്യമാണ്, അടയാളപ്പെടുത്തലുകളാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ചെയ്യുന്നത്. ജീവിത പങ്കാളിക്ക് വന്ന ഒരു രോഗാവസ്ഥയും സൗഖ്യപ്പെടലും കൂടി മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് ലോകത്തിൽ നിന്ന് എല്ലാ ഇടത്തേക്കും കൊടുക്കുന്ന സന്ദേശം, എന്നെ തേടി വരിക, ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ കരം പിടിക്കും, അനുഗ്രഹിച്ച സമാധാനത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ മടക്കി അയക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ മാതാവ് നമുക്ക് ഈശോയിൽ നിന്ന് ഏതൊരു അനുഗ്രഹവും നേടിത്തരുവാൻ പ്രാപ്തിയുള്ളവളാണ്. അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ അനുഭവങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരഘോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം.